വാർത്തകൾ തുടരുന്നു. മതവിദ്യാഭ്യാസ സ്ഥാപനമായ മലപ്പുറം ചെമ്മാട് ദാറുൽ ഹുദയിലേക്ക് നടത്തിയ സമരത്തെ ചൊല്ലി മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയും CPIM-ഉം തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ. CPIM നടത്തിയ സമരത്തിന് ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടെന്നായിരുന്നു വ്യക്തമാക്കിയതിനെ തുടർന്നാണ് ജിഫ്രി തങ്ങൾ തന്നെ അതിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞതെന്ന് സമസ്ത വൃത്തങ്ങളും വ്യക്തമാക്കുന്നു. സർക്കാരുമായി സഹകരിച്ച് പോന്നിരുന്ന സമസ്തയുടെ നയത്തെ മറികടന്നാണ് CPIM മതസ്ഥാപനത്തിലേക്ക് പ്രതിഷേധം നടത്തിയത് എന്നാണ് ഉയരുന്ന വിമർശനം. CPIM നടത്തിയ സമരത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ നടത്തിയ പ്രസംഗം കാണാം. രാഷ്ട്രീയക്കാര് 2 ദിവസം മുമ്പ് ദാറുൽ ഹുദ ഇസ്ലാമിക് അതിനെതിരിൽ അവിടെ ചില രാഷ്ട്രീയ പാർട്ടികൾ ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയതാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു മാനേജ്മെന്റ് ഉണ്ടല്ലോ, ആ മാനേജ്മെന്റ് സംസാരിച്ചാൽ മതി. ഇവിടെ ദാറുസ്സലാം അറിവി ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നാട്ടുകാർക്കോ മറ്റവർക്കോ ഉണ്ടെങ്കിൽ അതിനൊരു മാനേജ്മെന്റ് ഇവിടെ ഉണ്ട്, അവർ സംസാരിച്ചാൽ മതി. അത് ഏതെങ്കിലും പ്രകടനം നടത്തിക്കൊണ്ട് പ്രതിഷേധം നടത്തിക്കൊണ്ടിട്ട് ആ സ്ഥാപനങ്ങളെ താറടിക്കാൻ ആരും മുതിരരുത്. അത് ഏത് മത പാർട്ടികളാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അതിന് മുതിരരുത്. അത് തീർച്ചയായിട്ടും അത് പ്രതിഷേധാർഹമാണ്. അതുകൊണ്ട് നമ്മളെ സ്ഥാപനങ്ങളൊക്കെ നമ്മളെ സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങൾക്കുള്ള സ്നേഹവും ബഹുമാനും ആദരവും അതിനുവേണ്ടിയുള്ള പ്രവർത്തനമൊക്കെ നമ്മളെല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവണം. വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, CPIM നടത്തിയ സമരത്തിന് ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായതിനെ തുടർന്നാണ് ജിഫ്രി തങ്ങൾ അതിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞതെന്നാണ് സമസ്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് ദീപ്തി. സമീപകാലത്ത് മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്ത CPM-ഉമായി യോജിച്ചു പോകുന്ന, CPM-ഉമായി എന്ന് പറയുമ്പോൾ CPM-ന്റെ സർക്കാരുമായി യോജിച്ചു പോകുന്ന ഒരു നയനിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അതായത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ആഭിമുഖ്യമോ എതിർപ്പോ പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഈ മതേതര പാർട്ടികളോടെല്ലാം തന്നെ ഒരേ നിലപാട്, സമദൂര സിദ്ധാന്തം പോലെയാണ് സമസ്ത സ്വീകരിച്ചിരുന്നത്. എന്നാൽ ആ ഒരു രീതി അത് CPM-നെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചൊക്കെ വലിയ തോതിൽ ഈ സമസ്തയുടെ ഒരു സമദൂര നിലപാട് CPM-നെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ആ ഒരു നിലപാടിനാണ് ഇപ്പോൾ വിള്ളലേറ്റിരിക്കുന്നത്. അതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായത് സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നാണ് മലപ്പുറം ചെമ്മാടുള്ള ദാറുൽ ഹുദ ഇസ്ലാമിക് കോംപ്ലക്സ്. ആ ഇസ്ലാമിക് കോംപ്ലക്സിലേക്ക് കഴിഞ്ഞ ദിവസം CPM-ന്റെ പ്രാദേശിക നേതൃത്വത്തിൽ അവിടത്തേക്ക് ഒരു സമരം നടക്കുകയുണ്ടായി. അതായത് ഇവിടെയുള്ള ഈ സ്ഥാപനം ശുദ്ധജലം മലിനമാക്കുന്നു എന്നാരോപിച്ചാണ്, സ്ഥാപനത്തിന്റെ പ്രവർത്തനം കാരണം ശുദ്ധജലത്തിന് മലീമസമാകുന്നു ശുദ്ധജല സ്രോതസ്സുകൾ എന്ന രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടത്തിയത്. എന്നാൽ പിന്നീട് സമരത്തിൽ പ്രസംഗിച്ച CPM-ന്റെ നേതാക്കളെല്ലാം തന്നെ ഈ മുദ്രാവാക്യം, അതായത് ശുദ്ധജലം മലിനമാക്കുന്നു എന്ന ആ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കാട്ടുന്നതിന് പകരം ഈ ദാറുൽ ഹുദ ഇസ്ലാമിക് കോംപ്ലക്സിനെതിരെയും ഒപ്പം തന്നെ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന സമസ്തയുടെ കേന്ദ്ര മുശാവറ അംഗവും ഇതിൻ്റെ വൈസ് ചാൻസലറും ഒക്കെയായ ഡോക്ടർ മുഹമ്മദ് ബഹാവുദ്ദീൻ നദ്വിക്കെതിരെയും ഒക്കെ വ്യക്തിപരമായും ഒക്കെ പ്രസംഗിക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതോടുകൂടിയാണ് ഈ ഒരു വിഷയത്തിൻ്റെ പേരിലല്ല ഇവർ സമരം നടത്തിയത് എന്ന് ഈ സമസ്ത വൃത്തങ്ങൾ വ്യക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് കാരണം ആ വിഷയമായിരുന്നെങ്കിൽ അവർ അതിലൂന്നി നിൽക്കുമായിരുന്നു. അതിന് പകരം അല്ലെങ്കിൽ ആ വിഷയമുണ്ടെങ്കിൽ സമസ്ത നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു ആദ്യം വേണ്ടത്. അല്ലെങ്കിൽ അവർക്ക് പരാതി നൽകി അത് പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തുന്നതിന് പകരം ഈ പരസ്യമായ പ്രതിഷേധം നടത്തി സമസ്തയുടെ നേതാക്കളെയും ഒപ്പം തന്നെ സമസ്തയുടെ സ്ഥാപനങ്ങളെയും താറടിച്ചു കാണിക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നത് എന്ന വിലയിരുത്തലാണ് പൊതുവെ സമസ്ത വൃത്തങ്ങൾക്കുള്ളത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു യോഗത്തിൽ സംബന്ധിക്കുമ്പോൾ, മറ്റൊരു സമ്മേളനത്തിൽ സംബന്ധിക്കുമ്പോൾ സമസ്തയുടെ അധ്യക്ഷനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ ഈ ഒരു സമരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മതസ്ഥാപനങ്ങൾക്കെതിരെ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധ പ്രകടനം നടത്തുന്നത് ഗുണകരമല്ലെന്ന് ഈ ജിഫ്രി തങ്ങളുടെ പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ മതസ്ഥാപനങ്ങളെ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കരുത്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാനേജ്മെന്റുമായി സംസാരിക്കാനുള്ള സാഹചര്യം നിലനിൽക്കെയാണ് ഇത്തരത്തിലൊരു സമരം നടത്തിയത് എന്ന് ജിഫ്രി തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. സ്വാഭാവികമായും സമസ്തയും CPIM-ഉം തമ്മിൽ സമീപകാലത്തുണ്ടായിരുന്ന ഒരു ഊഷ്മളമായ ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തിന് വിള്ളലേൽപ്പിക്കുന്ന തരത്തിലേക്കാണ് ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് കോംപ്ലക്സിലേക്ക്, ഇസ്ലാമിക് അക്കാദമിയിലേക്ക് ഈ
ഈ CPIMന്റെ പ്രാദേശിക നേതൃത്വം നടത്തിയ സമരം പോയിരിക്കുന്നത്. അത് ഇനി എങ്ങനെ CPIMന്റെ ഉന്നത നേതൃത്വം ഇടപെട്ട് പരിഹരിക്കുമോ, അല്ല ഈ വിഷയം, അതായത് പ്രധാനപ്പെട്ട കാരണം മെയിൻ കോസ് എന്ന് പറയുന്ന ആ സാധനത്തിലേക്ക്, ആ വസ്തുതയിലേക്ക് വരാതെ ഈ വിമർശനം അത് മറ്റ് വ്യക്തിപരമായ രീതിയിലേക്കും സംഘടനാപരമായ രീതിയിലേക്കും CPIMന്റെ പ്രാദേശിക നേതാക്കൾ നടത്തിയ വിമർശനം അത് എന്തടിസ്ഥാനത്തിലായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ CPIM നേതൃത്വം പരിശോധിക്കണം എന്നൊരു ആവശ്യം സമസ്തയുടെ ഭാഗത്തു നിന്ന് പരോക്ഷമായി ഉയരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ജിഫ്രി തങ്ങൾ ഈ സമരത്തെ പരസ്യമായി തള്ളിപ്പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. മാത്രമല്ല CPIMനെ ഇത്തരമൊരു സമരത്തിലേക്ക് നയിച്ചത് സമീപകാലത്ത് മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുണ്ടായിരുന്ന ആ ഒരു വിഭാഗീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയതോടുകൂടിയാണ് എന്ന ഒരു വിലയിരുത്തൽ സമസ്തയിലെ ഒരു വലിയൊരു വിഭാഗത്തിനുണ്ട്. മാത്രമല്ല ഈ സമരത്തിനെതിരെ തുടക്കത്തിൽ ഈ SKSSF സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗമായ SKSSF സമസ്തയിലെ ലീഗ് വിരുദ്ധർക്ക് ഏറ്റവും പ്രാമുഖ്യമുള്ള SKSSF പ്രതികരിച്ചില്ല എന്ന് ആരോപിച്ചുകൊണ്ട് SKSSFിനകത്ത് രാജി വരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. SKSSF പാലേമാട് യൂണിറ്റിലായിരുന്നു രാജി ഉണ്ടായിരുന്നത്. മുഹമ്മദ് മുഹസിൻ വരിക്കോടനാണ് കഴിഞ്ഞ ദിവസം പ്രാഥമിക അംഗത്വം ഉൾപ്പെടെ രാജിവെച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഉൾപ്പെടെ നടത്തിയത്. ഈ ഒരു ഘട്ടത്തിലാണ് ജിഫ്രി തങ്ങൾ CPIM സമരത്തെ പരസ്യമായി തള്ളിപ്പറയുന്ന നിലപാട് വന്നിരിക്കുന്നത്. ഈ ഒരു സമരം പ്രത്യക്ഷത്തിൽ CPIMും സമസ്തയും തമ്മിൽ സമീപകാലത്തുണ്ടായ ഊഷ്മളമായ ബന്ധത്തിന് വിള്ളലേൽപ്പിച്ചിരിക്കുകയാണ് ദീപ്തി. ശരി.